5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കോഴിക്കോട് നഗരത്തിലെ കേരളത്തിലെ കോഴിക്കോട് നഗരത്തിലെ മലാംപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അനാശാസ്യ കേന്ദ്രം നടന്നു, അല്ലെങ്കിൽ സെക്സ് റാക്കറ്റ് ഉണ്ടായെന്ന് പറഞ്ഞൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 7ഓളം സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ മറുനാടൻ കേരളത്തിൽ അല്ലാത്ത സ്ത്രീകളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സ്ത്രീകളുണ്ട്, പല സ്ഥലത്തിലുണ്ട്. ഒരു ആസാമിൽ നിന്നുള്ള ആളിനെ ആസാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വളരെ വലിയ വാർത്തയായി. എല്ലാ ചാനലുകളും ഈ വാർത്ത, സാറ്റലൈറ്റ് ചാനലുകളും ഓൺലൈൻ മീഡിയകളും ഈ വാർത്ത ചെയ്തിരുന്നു. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഈ സുഭാഷിതത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ ലൈംഗികമായ താല്പര്യങ്ങൾ മലയാളിയുടെ ആയാലും ഏതൊരു മനുഷ്യനെ, ലോകത്തിലെ ഏത് മനുഷ്യരെ എടുത്താലും സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ ഇത്രമാത്രം നിയന്ത്രണങ്ങൾ വരികയും ഈ ഹോട്ടലുകളൊക്കെ റെയ്ഡ് ചെയ്യും. ഇപ്പോൾ ഹോട്ടൽ റെയ്ഡ് കുറേ ഒഴിവായിട്ടുണ്ട്. റെയ്ഡ് ചെയ്യുകയും ഇത്തരത്തിൽ ഒരു അനാശാസ്യ കേന്ദ്രമാണ് എന്ന് പറഞ്ഞ് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇനിയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ, അത് പിടിക്കണോ എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത്. കാരണം വളരെ പ്രായപൂർത്തിയായ സ്ത്രീകൾ, പ്രായപൂർത്തിയായ പുരുഷന്മാർ അവരുടെ ശരീരം കൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു, അതിനവർ പണം കൊടുക്കുന്നു, അതവർ തൊഴിലായി ചെയ്യുന്നു. അതിനെ എന്തിനാണ് നമുക്ക് ഒരു കേസാക്കി അനാശാസ്യ കേന്ദ്രം എന്ന് പറഞ്ഞു, സെക്സ് റാക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് പിടിക്കുന്നത്? സുപ്രീം കോടതിയുടെ വിധി തന്നെ വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായവർ, 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായവർക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം ഈ ലൈംഗിക ആവശ്യങ്ങൾ നിവർത്തിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന്. അതുകൊണ്ട് ഹോട്ടൽ റെയ്ഡിലൊന്നും ഒരു പ്രസക്തിയില്ല എന്ന് പറയുന്ന പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഈ പുതിയ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വളരെ ഫ്രീ ആയി പ്രവർത്തിക്കുന്ന കാലം, എല്ലാ സുരക്ഷിത മാർഗ്ഗങ്ങളും ലഭ്യമായിട്ടുള്ള കാലത്ത്, അതുപോലെ തന്നെ മരുന്നുകളെല്ലാം, മെഡിസിനും എല്ലാം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സെക്സ് പ്രോത്സാഹിപ്പിക്കാനോ ആളുകളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ എൻ്റെ വിഷയം വേറൊരു വിഷയമുണ്ട്, അത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഉണ്ടാകുന്നൊരു സംസ്ഥാനമാണ്, സ്ത്രീ പീഡന കേസുകൾ ഉണ്ടാകുന്ന സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 50 വയസ്സ് കഴിഞ്ഞാലും കുറച്ചുകൂടെ പ്രായമുള്ള സമയത്തുമൊക്കെ അവർക്ക് ലൈംഗികതയുടെ ഒരു താല്പര്യമുണ്ടായിരിക്കും. അതേസമയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസവിക്കുകയും മാസമുറയൊക്കെ മറ്റ് പല കാരണങ്ങളുണ്ട്, അവർക്ക് ലൈംഗികതയുടെ ഒരു 50 വയസ്സിനോടെടുക്കുമ്പോൾ താല്പര്യം കുറയും. പിന്നെ അവർ കുറേ ഭക്തി മാർഗ്ഗത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറയും, ദൈവവിശ്വാസത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗ്യാപ്പ് നോക്കിയാണ് നമ്മുടെ കുട്ടികൾ, പോപ്സോ കുട്ടികൾ, നമ്മുടെ കുട്ടികളിൽ ഒരുപാട് പോപ്സോ കേസുകൾ വരുന്നത്. പോപ്സോ കുട്ടികളല്ല, കുട്ടികളെ പീഡിപ്പിക്കുന്ന പോപ്സോ കേസുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വലിയ കേസുകളാണ് വരുന്നത്. അതുപോലെ പ്രായപൂർത്തിയായ അമ്മമാർ, 70 വയസ്സുള്ള അമ്മമാരെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. തിരിച്ചുമുണ്ട്, ചെറിയ കുട്ടികളെ, ആൺകുട്ടികളെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഏർപ്പെടുത്തുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാതെ 18 വയസ്സിന് കഴിഞ്ഞ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നിയമപരമായ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതല്ലേ? നമുക്ക് ഐസ്ക്രീം പാർലർ പോലെ അല്ലെങ്കിൽ മറ്റുപോലെ നിയന്ത്രണമായിട്ടെങ്കിലും, എല്ലായിടത്തും വ്യാപകമായി ഇത് തുടങ്ങിയില്ലെങ്കിലും നിയന്ത്രണമായിട്ടെങ്കിലും ഹോട്ടലുകളുടെ ഭാഗമായോ അല്ലാതെയോ റിസോർട്ടുകളുടെ ഭാഗമായിട്ടോ ഒക്കെ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? ഇപ്പോൾ അനധികൃതമായി ഒരുപാട് നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ കേസ്, വഴക്ക്, പിന്നെ പ്രശ്നങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ. അത് ഒന്ന് ലീഗലൈസ് ചെയ്തുകൂടെ എന്നുള്ളതാണ് വളരെ കൃത്യമായ ചോദ്യം. ഇത് നേരത്തെ 1-2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇതൊരു വലിയ പ്രശ്നമായതുകൊണ്ടാണ് വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷമാണ് കോഴിക്കോട് മലാംപറമ്പിൽ ഇങ്ങനൊരു വിഷയമുണ്ടായത്. 7 സ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ മുഖമൊക്കെ മറച്ച് കർച്ചീഫെല്ലാം കെട്ടി ഇങ്ങനെ പോവുകയാണ്. അവർ ചെയ്യുന്ന തെറ്റ്? അവർ ചെയ്യുന്ന തെറ്റ്, അവർക്ക് അവരുടെ ശരീരം അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുമായി കിടക്ക പങ്കുവെക്കുന്നു, പണം വാങ്ങുന്നു. അതൊരു വലിയ തെറ്റായി, ക്രൈമായി വന്ന് അനാശാസ്യ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് വാടക വീട്ടുകാരൻ്റെ ബൈറ്റുമൊക്കെ എടുത്ത് വലിയ പ്രതിസന്ധിയാക്കിയിട്ടാണ് വാർത്തകൾ വരുന്നത്. നമുക്ക് കുറച്ചുകൂടി മാറി ചിന്തിക്കേണ്ട ഒരു കാലമായില്ലേ എന്നുള്ളതാണ് ചിന്ത. ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. നാളെ രാവിലെ കേരളം മുഴുവൻ സെക്സ് പാർലർ തുറക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. കേരള സമൂഹത്തിൽ പോപ്സോ കേസുകൾ കുറയ്ക്കാൻ, മനുഷ്യരുടെ ലൈംഗിക ആവശ്യങ്ങളെ, ചേഷ്ടകളെ, ആവശ്യങ്ങളെ നിവർത്തിക്കാൻ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കുറയ്ക്കാൻ, അതുപോലെ തന്നെ ഈ വിവാഹിതരല്ലാത്തവർ, ഡൈവോഴ്സ് ചെയ്തവർ, ഒരു വലിയ സമൂഹമുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ലൈംഗിക താല്പര്യം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുക എന്നുള്ളൊരു ചോദ്യം ഗൗരവമായി ഇവിടെ നിൽപ്പുണ്ട്. മലാംപറമ്പ് സംഭവങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾക്കുള്ളൊരു വേദിയാകട്ടെ. ഇത് നമുക്ക് വീണ്ടും ചർച്ചയ്ക്കെടുക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.